വെൽക്കം ടു ഐഷൂസ് യൂട്യൂബ് ഹായ് ഞാൻ ചാനൽ. വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനൊരു കല്യാണ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇവളുമാരെയൊക്കെ ഒന്ന് കണ്ടുകിട്ടുന്നത്. എന്നോട് TTCക്ക് പഠിച്ച എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ് കേട്ടോ. അതാ ഈ ഫോട്ടോ എടുക്കുന്നതാണ് കല്യാണപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ഈ കാണുന്നതാണ് ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനിയത്തി. സോ അങ്ങനെ കല്യാണ ചെറുക്കം വന്നു എല്ലാവരും സ്വീകരിക്കുന്ന ഒരു സീനാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും വന്നു. ഇനി നമുക്ക് നേരെ കല്യാണത്തിലേക്ക്. ദാ ഇരുന്ന് പോകുന്നത് സംഭവം വേറെ ഒന്നും കൊണ്ടല്ല. ഇവര് 1ാം ക്ലാസ് മുതൽ +2 വരെ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ ഒരുമിച്ച് തന്നെയാണ് പഠിച്ചത്. അതെനിക്ക് വേണമെങ്കിൽ ഒരു ബെഞ്ചിൽ ഒരു സ്ഥലത്ത് എന്ത് പഠിച്ചതൊക്കെ വേണമെങ്കിൽ പറയാം. അതിനിടയ്ക്ക് ഇവർ അയൽക്കാരും കൂടാണ്. അപ്പോൾ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ബന്ധം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. സത്യം പറഞ്ഞാൽ ആക്ച്വലി കുറെ കളിയാക്കിയെങ്കിലും ശരിക്കും ഫീൽ ആയി കേട്ടോ. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളത് ഒരു നല്ല കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉള്ളവരെല്ലാം ഭാഗ്യവാന്മാരാണ് കേട്ടോ. സോ അങ്ങനെ ഞങ്ങൾ കുറെ കളിയാക്കി. അവസാനം ഞങ്ങളുടെ മെയിൻ ഐറ്റത്തിലേക്ക് കടന്നു. നേരെ നമ്മുടെ ബിരിയാണി പറമ്പിലേക്ക്. സോ അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഈ കാണുന്ന ഡിസ്കഷൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ വലിയ റോക്കറ്റിന്റെയോ ISROയുടെയോ ഒന്നുമല്ല. ബിരിയാണി കഴിക്കാൻ പോയി സീറ്റ് കിട്ടിയില്ല. എങ്ങനെ സീറ്റ് കിട്ടുമെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അവസാനം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഓരോരുത്തവരായി ഓരോ കസയുടെ പുറകിലേക്ക് അങ്ങനെ ഓരോ കസേരയിൽ കൈകോർത്തു. കൊല്ലമാണേ കൊല്ലം. സോ ഞങ്ങൾ അങ്ങനെ കസേരയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ നിൽക്കുന്നത് നിസയും നിസയുടെ കെട്ടിയവരോട് പുള്ളിക്കാരനും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ കസേരയിലേക്ക് അവസാനം A few moments later. ഇരുന്നു. അങ്ങനെ ഞങ്ങളുടെ നിസയുടെ കെട്ടിയവരും ഇരുന്നു. അവര് ഹാപ്പി, ഞങ്ങൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. അങ്ങനെ ഇനി ഫുഡിലേക്ക്. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി വന്ന് മക്കളെ. നല്ല കിടില ഒരു ബീഫ് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. കുറേ നാളുകൾക്ക് ശേഷമാണ് കിടില ഒരു ബീഫ് ബിരിയാണി. അത് നല്ല സെറ്റ് ബീഫായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. ഫാത്തിമയുടെ അടുത്ത് പ്രത്യേകം പറയണ കിടില ബിരിയാണി ആയിരുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ കല്യാണ വ്ളോഗ്.